Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റിയുമായ ഒരു തോരൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 6-7 ചോള വെളുത്തുള്ളിയും അതുപോലെ ഒരു 4 നല്ല എരിവുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 കോഴിമുട്ടയാണ്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ടെങ്കിൽ നിങ്ങൾ 3 എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇലൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യും. അതുപോലെ അവർ മുഴുവൻ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ്. ഇതാ ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മളവിടെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ ആ ഉള്ളിയുടെ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുരിങ്ങയില ഊരിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നമ്മുടെ തോരൻ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കുറച്ച് വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ മുരിങ്ങയില നമുക്ക് വെന്ത് കിട്ടുന്നത്. അധിക നേരമൊന്നും വേവിക്കേണ്ട. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായി വെന്ത് വരും. അധിക നേരം വേവിച്ചാൽ ഇതിൻ്റെ പോഷകഗുണമൊക്കെ പോവും. അതുപോലെ ഒരു കയ്പും വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മുടെ മുട്ടയിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഈ തോരൻ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാം. പക്ഷേ മുട്ട ഇട്ട് ഉണ്ടാക്കണതാണ് ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് തുറന്ന് നോക്കാം. ഇതപ്പോൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ തോരൻ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. എല്ലാം കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിൽ ഇതുപോലെ കുറച്ച് സ്ഥലം വിടുക. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇല ഇല്ലാണ്ട് മുട്ട മാത്രം യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടേക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുരിങ്ങയിലേക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചീര വെച്ചും ഇത് ചെയ്യാവുന്നുള്ളൂ. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊക്കെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് കുറച്ച് കട്ടിയായിട്ട് വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെ മസാലപ്പൊടികളോ അല്ലെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മുരിങ്ങയുടെ ഇലയും മുട്ടയും മാത്രം ഉണ്ടായിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടിയൊക്കെ ഒന്ന് മുട്ട കുറച്ചും കൂടിയും സ്റ്റിഫാവട്ടെ. അതുവരെ നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ സൂപ്പറായ തോരനിവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.